വിളപ്പിൽ മോഡൽ ഇംഗ്ലീഷിന്റെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവരെന്നെ സഹായിച്ചു, ദേ ഹെൽപ്ഡ് മീ, ഞാൻ അവിടെ പോയി, ഐ വെന്റ് ദെയർ, സച്ചിൻ ഇന്നലെ നന്നായി കളിച്ചു, സച്ചിൻ പ്ലേഡ് വെൽ യെസ്റ്റർഡേ. ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സച്ചിൻ നന്നായി കളിച്ചില്ല, ഞാൻ അവരെ കണ്ടില്ല, അവരെന്നെ സഹായിച്ചില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. നെഗറ്റീവ് വാക്യങ്ങൾ നിർമ്മിക്കണമെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡിഡ്. ഈ ഡിഡ് കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. ഏതൊരു വെർബിന്റെ ബേസ് ഫോമിനോടൊപ്പം ഡിഡ് ചേർന്നാലും പാസ്റ്റ് ഫോം ലഭിക്കും. അതായത് ഗോ എന്ന വെർബിനോടൊപ്പം ഡിഡ് ചേർന്നപ്പോഴാണ് നമുക്ക് വെന്റ് കിട്ടിയത്. കമ്മിനോടൊപ്പം ഡിഡ് ചേർന്നപ്പോഴാണ് കെയിം കിട്ടിയത്. പ്ലേയോടൊപ്പം ഡിഡ് ചേർന്നപ്പോഴാണ് പ്ലൈഡ് കിട്ടിയത്. ഹെൽപ്പിനോടൊപ്പം ഡിഡ് ചേർന്നപ്പോ ഹെൽപ്പ് കിട്ടി. അതായത് വെന്റ് എന്ന് പറയുന്നതിനകത്ത് രണ്ടു പേര് ഒളിച്ചു കിടപ്പുണ്ട്. ഒരാള് ഡിഡ്, പിന്നെ മറ്റൊരാള് ഗോ. കെയിമിനകത്ത് ആരൊക്കെ ഒളിച്ചു കിടപ്പുണ്ടാവും? ഡിഡും കം. പ്ലേഡിനകത്തോ ഒരു ഡിഡും ഒരു പ്ലേ. അപ്പൊ നമ്മൾ എന്തിനാ ഈ വെന്റിനകത്ത് ഡിഡും ഗോയും ഉണ്ടോ, കെയിമിനകത്ത് ഡിഡും കമ്മും ഉണ്ടോ, പ്ലേഡിനകത്ത് ഡിഡും പ്ലേയും ഉണ്ടോ എന്നൊക്കെ പഠിക്കുന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ആ കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഹി പ്ലേഡ് ക്രിക്കറ്റ് എന്ന വാക്യത്തിനെ പിരിച്ചെഴുതിയാൽ ഹി ഡിഡ് പ്ലേ ക്രിക്കറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഡിഡും പ്ലേയും ചേരുമ്പോഴാണ് പ്ലേഡ് കിട്ടുക. അപ്പൊ ഹി പ്ലേഡ് ക്രിക്കറ്റിന് ഇങ്ങനെയും പറയാം, ഹി ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ഷീ കെയിമിന് എങ്ങനെ പറയും? കെയിമിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ഡിഡും ഉണ്ട്, കമ്മും ഉണ്ട്. അപ്പൊ ഷീ കെയിമിനെ നമുക്ക് ഷീ ഡിഡ് കം എന്നും പറയാൻ സാധിക്കും. അപ്പോ ഹി വെന്റിനെയോ, വെന്റിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ഡിഡും ഒരു ഗോയും. അപ്പൊ ഹി വെന്റിനെ ഹി ഡിഡ് ഗോ എന്നും പറയാം. ഒരെണ്ണം കൂടിയിട്ട്, ദേ ഹെൽപ്. ഹെൽപ്പിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ഡിഡും ഒരു ഹെൽപ്പും. അപ്പോ ദേ ഹെൽപ്ഡ്. അതിന് പകരം ദേ ഡിഡ് ഹെൽപ്പ് എന്നും പറയാൻ സാധിക്കും. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഹി പ്ലേഡ് ക്രിക്കറ്റും ഹി ഡിഡ് പ്ലേ ക്രിക്കറ്റും ഒന്നാണോ? അല്ലെങ്കിൽ ഷീ കെയിം എന്ന് പറയുന്നത് ഷീ ഡിഡ് കം എന്ന് പറയുന്നത് ഒന്നാണോ? ഹി വെന്റ് എന്ന് പറയുന്നത് ഹി ഡിഡ് ഗോ എന്ന് പറയുന്നത് ഒന്നാണോ? ദേ ഹെൽപ്ഡും ദേ ഡിഡ് ഹെൽപ്പും ഒന്നാണോ? ഏതാണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹി പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള നമ്മുടെ സംഭാഷണം തന്നെയാണ്. എന്ന് പറയുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചു, ഞാൻ അവിടെ പോയി എന്നൊക്കെ പറയുന്ന മാതിരി നിത്യജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന സംഭാഷണങ്ങളിലാണ് ഹി പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുക. ചിലപ്പോൾ നമ്മൾ തറപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ചൊരു കാര്യം പറയാറുണ്ട് തർക്കിക്കുമ്പോഴൊക്കെ. ഒരാൾ പറയാണ് സച്ചിൻ കളിച്ചു, മറ്റേ പറയും, മറ്റേ ധോണി ഫാനാണ്, ധോണിയുടെ ഫാൻ പറയാണ് സച്ചിൻ നന്നായി കളിച്ചില്ല, മറ്റേ അല്ല സച്ചിൻ കളിച്ചതല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ സച്ചിൻ ഡിഡ് പ്ലേ വെൽ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരാളെ തർക്കിക്കുകയാണ്, നീ പരീക്ഷ പാസ്സായില്ല. അപ്പൊ മറ്റേ ഞാൻ പരീക്ഷ പാസ്സായി. അപ്പൊ അയാൾ പറയുന്നു, ഇല്ല എനിക്കറിയാം നീ പാസ്സായില്ല. അപ്പൊ നമ്മൾ തറപ്പിച്ച് പറയും, ഇല്ല ഞാൻ പാസ്സായി എന്ന് പറയുമ്പോൾ ഐ ഡിഡ് പാസ് എന്ന് പറയാം. സാധാരണഗതിയിൽ ഞാൻ പാസ്സായി എന്ന് എങ്ങനെ പറയാ? ഐ പാസ്ഡ്. തറപ്പിച്ച് പറയുമ്പോൾ ഐ ഡിഡ് പാസ് എന്ന് പറയാം. പിന്നെ അടുത്ത് നമുക്ക് നെഗറ്റീവ് ഫോംസിലോട്ട് പോവാം. നെഗറ്റീവ് ഫോംസ് നമ്മൾ സച്ചിൻ കളിച്ചു എന്ന് പറയാൻ പഠിച്ചു. ഇനി നമുക്ക്
സച്ചിൻ കളിച്ചില്ല എന്ന് പറയണം. സച്ചിൻ കളിച്ചു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? സച്ചിൻ പ്ലേഡ്. സച്ചിൻ കളിച്ചില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആദ്യമായിട്ട് പ്ലേഡിനകത്തുള്ള ഡിഡിനെയും പ്ലേയിനെയും പുറത്തെടുക്കണം. സച്ചിൻ താഴോട്ട് എടുത്ത് എഴുതിയാൽ സച്ചിൻ. എന്നിട്ട് ഈ ഡിഡിനോടൊപ്പം ഇല്ല എന്നുള്ള ഇംഗ്ലീഷ് എന്താ? നോ അല്ലെങ്കിൽ നോട്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഇപ്പൊ പ്രവൃത്തികളുടെ കൂടെ എപ്പോഴും നോട്ടേ ചേർക്കാം. സാധാരണഗതിയിൽ ഒരു പ്രവൃത്തിയുടെ കൂടെ നോ ചേർക്കാറില്ല, നോട്ടാണ് ചേർക്കേണ്ടത്. അപ്പൊ സച്ചിൻ ഡിഡിനോടൊപ്പം നോട്ട് ചേർത്താൽ ഡിഡ് നോട്ട് പ്ലേ. ഇപ്പൊ സച്ചിൻ കളിച്ചു, സച്ചിൻ പ്ലേഡ്. സച്ചിൻ കളിച്ചില്ല, സച്ചിൻ ഡിഡ് നോട്ട് പ്ലേ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അവൾ വന്നു, ഷീ കെയിം. ഇനി അവൾ വന്നില്ല എന്ന് പറയണം. അപ്പൊ കെയിമിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ഡിഡ് ഉണ്ട്, പിന്നൊരു കം ഉണ്ട്. ഷീ താഴേക്ക് എടുത്ത് എഴുതി. അപ്പൊ ഷീ കെയിം, അവൾ വന്നു. ഷീ ഡിഡ് നോട്ട് കം, അവൾ വന്നില്ല. ഒന്നും കൂടി. അവൻ സഹായിച്ചു. എങ്ങനെ പറയാം? ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചു, ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചില്ല എന്ന് പറയണേ. അപ്പോൾ ഹെൽപ്പിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ഡിഡും ഉണ്ട്, പിന്നൊരു ഹെൽപ്പും ഉണ്ട്. അപ്പൊ അവൻ സഹായിച്ചു, ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചില്ല, ഹി ഡിഡ് നോട്ട് ഹെൽപ്പ്. അപ്പൊ നിങ്ങൾ പലർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാവും, ഈ ഡിഡ് നോട്ടിനെ ചുരുക്കി ഡിഡിന്റ് എന്ന് പറയാറില്ലേ? ശരി തന്നെയാണ്. ഡിഡ് നോട്ടിന്റെ അച്ഛനും അമ്മയും കൂടെ ഡിഡ് നോട്ടിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ഡിഡിന്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടില് സ്കൂളിൽ ഒരു പേരുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ടാവും, നമ്മുടെയൊക്കെ വീട്ടുകാരെ കൂട്ടുകാരൊക്കെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടാവും, ചുരുക്കപ്പേരായിരിക്കും. അതായത് ഇപ്പോൾ പാർവതിയെ നമ്മൾ പാറു എന്ന് വിളിക്കും. നമ്മളേക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടനുണ്ട് മുഹമ്മദ് കുട്ടി, അദ്ദേഹത്തിന് നമ്മൾ മമ്മൂട്ടി എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ അപ്പുക്കുട്ടിനെ നമ്മൾ അപ്പൂട്ടാന്ന് വിളിക്കും. അതേമാതിരി ഡിഡ് നോട്ടിനെ ചുരുക്കി പറയുന്ന പേരാണ് ഡിഡിന്റ്. അതിങ്ങനെയാണ് എഴുതുന്നത്, DIDN'T. ഡിഡിന്റ് എന്നൊന്നും സായിപ്പോറില്ല, ഡിഡ് എന്ന് മാത്രമേ പറയുള്ളൂ. പറയാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടും ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഡിന്റ് എന്നൊക്കെ പറയുന്നത്. സാധാരണ ഇതിൽ ഡിഡിന്റ് ഇത്രയും പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. സച്ചിൻ കളിച്ചു, സച്ചിൻ പ്ലേഡ്. സച്ചിൻ കളിച്ചില്ല, സച്ചിൻ ഡിഡ് നോട്ട് പ്ലേ. അതിന് ചുരുക്കി പറഞ്ഞാൽ സച്ചിൻ ഡിഡ്ന്റ് പ്ലേ. അവൾ വന്നു, ഷീ കെയിം. അവൾ വന്നില്ല, ഷീ ഡിഡ് നോട്ട് കം, അല്ലെങ്കിൽ ഷീ ഡിഡ്ന്റ് കം. അവൻ സഹായിച്ചു, ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചില്ല, ഹി ഡിഡ് നോട്ട് ഹെൽപ്പ്, അല്ലെങ്കിൽ ഹി ഡിഡ്ന്റ് ഹെൽപ്പ്. അപ്പൊ ഒരു സംശയം, ഈ ഡിഡിന്റും ഡിഡ് നോട്ടും ഒന്ന് തന്നെയാണോ? ഏതാണ്ട് ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗത്തിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളെയൊക്കെ ചുരുക്കപ്പേര് എവിടെയായിരിക്കും വിളിക്കുക? നമ്മുടെയൊക്കെ വീട്ടുകാരോ കൂട്ടുകാരോ അടുത്ത സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് നമ്മളെ ചുരുക്കപ്പേര് വിളിക്കുക. നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സാധാരണ ഉപയോഗിക്കാറുള്ള എന്താ പറയുക, നമ്മുടെ ഒരു ഒഫീഷ്യൽ നെയിം ആയിരിക്കും സാധാരണ ഉപയോഗിക്കുക. അതേമാതിരി ഫോർമൽ ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ, എഴുത്തുകളിലും ഡിഡ് നോട്ട് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ നമ്മുടെ അയൽപക്കക്കാരും ബന്ധുക്കളുമായിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഡിഡിന്റ് ഉപയോഗിക്കാം. എന്ന് പറയുന്നത് നമുക്ക് മമ്മൂട്ടിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിക്കാൻ നേരത്തെ ഒരു കോൺട്രാക്ട് ഒപ്പിടാൻ നേരത്ത് മുഹമ്മദ് കുട്ടി എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ഒപ്പിടുക. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിലും SSLC ബുക്കിലൊക്കെ പേര് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് കുട്ടി എന്ന് തന്നെയായിരിക്കും കാണുക. പക്ഷെ നമ്മൾ അല്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെ മമ്മൂട്ടി എന്നാണ് വിളിക്കുക. ഇൻഫോർമലായിട്ട് വിളിക്കുമ്പോൾ, ഫോർമലായിട്ട് വിളിക്കുമ്പോൾ എപ്പോഴും മുഹമ്മദ് കുട്ടി എന്ന് തന്നെയായിരിക്കും വിളിക്കുക. അതേമാതിരി ഫോർമലായിട്ടുള്ള എഴുത്തുകളിലും സംഭാഷണങ്ങളിലും ഡിഡ് നോട്ട് എന്ന് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ കൂട്ടുകാരും അയൽക്കാരും ബന്ധുക്കളുമായിട്ടുള്ള സംസാരത്തിലും സംഭാഷണങ്ങളിലും ഡിഡിന്റ് ഉപയോഗിക്കാം. ഒന്നുകൂടി പറയാം, നെഗറ്റീവ് ഫോംസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. നെഗറ്റീവ് ഫോംസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പോസിറ്റീവ് ഫോമിലുള്ള വെർബിന്റെ അകത്ത് കിടക്കുന്ന ഡിഡിനെയും ബേസ് ഫോമിനെയും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനകത്തൊരു നോട്ടും കൂടി ചേർത്താൽ മതിയാവും. അപ്പൊ സച്ചിൻ കളിച്ചു, സച്ചിൻ പ്ലേഡ്. സച്ചിൻ കളിച്ചില്ല, സച്ചിൻ ഡിഡിന്റ് പ്ലേ. അവൾ വന്നു, ഷീ കെയിം. അവൾ വന്നില്ല, ഷീ ഡിഡിന്റ് കം. അവൻ സഹായിച്ചു, ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചില്ല, ഹി ഡിഡിന്റ് ഹെൽപ്പ്.
ഞാൻ പോയി. I went. ഞാൻ പോയില്ല. I didn't go. അവൾ എന്നെ ഫോൺ ചെയ്തു. She phoned me. അവൾ എന്നെ ഫോൺ ചെയ്തില്ല. She didn't phone me. ഇന്നലെ മഴ പെയ്തു. It rained yesterday. ഇന്നലെ മഴ പെയ്തില്ല. It didn't rain yesterday. അവർ പാസ്സായി. They passed. അവർ പാസ്സായില്ല. They didn't pass. അവൾ എന്നെ കണ്ടു. She saw me. കാണുക എന്നുള്ളതിന് ഇംഗ്ലീഷ് സീ ആണ്, അതിന്റെ പാസ്റ്റ് സോ. ഇനി കണ്ടുമുട്ടി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് മീറ്റും മെറ്റും ഉപയോഗിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി ഒരു കമ്മ്യൂണിക്കേഷൻ കൈമാറുമ്പോഴാണ് അതിനെ മീറ്റും മെറ്റും ആവുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന സി മാത്രമേ ആവുള്ളൂ. ഇപ്പോൾ ഒരു സംശയം, നമുക്ക് ഈ പേനേനെ മാർക്കറിനെ സി ചെയ്യാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അതിനെ സി ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ റോഡിന്റെ ആ വശത്ത് കൂടി പോകുന്നു, ഞാൻ ഈ റോഡിന്റെ ഈ വശത്ത് കൂടി വരുന്നു, ഞാൻ നിങ്ങളെ കണ്ടു, ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ എന്നെ കണ്ടില്ല, നിങ്ങൾ അതുവഴി പോയി. അപ്പൊ ഞാൻ നിങ്ങളെ സി ചെയ്യുകയാണോ മീറ്റ് ചെയ്യുകയാണോ ചെയ്തത്? ഞാൻ നിങ്ങളെ സി ചെയ്തു. ഐ സോ യു. സിയുടെ പാസ്റ്റ് ആണ് സോ. അപ്പൊ ഞാൻ നിങ്ങളെ കണ്ടു, ഐ സോ യു. ഇനി ഞാൻ റോഡിന്റെ ഈ സൈഡിൽ നിന്ന് നിങ്ങളെ കൈയാട്ടി, അപ്പൊ നിങ്ങൾ ആ സൈഡിൽ നിന്ന് ഹായ് നമ്മൾ കൈയാട്ടി, നമ്മൾ ഇടയ്ക്ക് 1-2 മിനിറ്റ് സംസാരിച്ചു, എന്നിട്ട് പോയി. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കാം? മീറ്റ് മെറ്റ്. ഐ മെറ്റ് യു. ഞാൻ നിങ്ങളായിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളെ, അല്ലെങ്കിൽ അവൾ എന്നെ കണ്ടു, വെറുതെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചൊന്നുമില്ല, അവൾ എന്നെ കണ്ടു. ഷീ സോ മീ. അവൾ എന്നെ കണ്ടില്ല. ഷീ ഡിഡിന്റ് സീ മീ. ഷീ ഡിഡിന്റ് സീ മീ. ഒരു 5 എക്സാമ്പിൾ കൂടി പെട്ടെന്ന് പറഞ്ഞു പോവാം, കൂടെ പറഞ്ഞു പോവാം. 5-10 കൂടെ പറഞ്ഞു വിടാം, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാക്ടീസ് ചെയ്തോളാം. 1, അവർ വന്നു. They came. അവർ വന്നില്ല. They didn't come. ഞാൻ പോയി. I went. ഞാൻ പോയില്ല. I didn't go. അവൾ പാസ്സായി. She passed. അവൾ പാസ്സായില്ല. She didn't pass. ഞാൻ അവനെ സഹായിച്ചു. I helped him. ഞാൻ അവനെ സഹായിച്ചില്ല. I didn't help him. ഇന്നലെ മഴ പെയ്തു. It rained yesterday. ഇന്നലെ മഴ പെയ്തില്ല. It didn't rain yesterday. അവർ ഒരു കാർ ഡ്രൈവ് ചെയ്തു. They drove a car. അവർ കാർ ഡ്രൈവ് ചെയ്തില്ല. They didn't drive a car. പട്ടി കുരച്ചു. The dog barked. പട്ടി കുരച്ചില്ല. The dog didn't bark. The dog didn't bark എന്ന് പറയാം. The dog did not bark എന്ന് പറയാം. They didn't come എന്ന് പറയാം. They did not come എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഏതാണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ഒരു സെന്റൻസിന് ഷീ പ്ലേഡ് ആണെങ്കിൽ അതിനെ ഷീ ഡിഡ് പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു വെർബിനകത്ത് അതിന്റെ ഫസ്റ്റ് ഫോമും ബേസ് ഫോമും ഒരു ഡിഡും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പിരിച്ച് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് അവൻ വന്നു, ഹി കെയിം എന്ന് പറയുന്നതും ഹി ഡിഡ് കം എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ഹി കെയിം എന്ന് പറഞ്ഞാൽ അവൻ വന്നു എന്ന് തന്നെ പറയാണ്. ഹി ഡിഡ് കം എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയാണ് അവൻ വന്നു എന്ന്. നമ്മൾ തർക്കിക്കുമ്പോഴും ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോഴും ഒരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴേക്കാണ് അങ്ങനെ പറയുക. അടുത്ത നമ്മൾ രണ്ടാമത് പഠിച്ചത് നെഗറ്റീവ് ഫോമാണ്. അവൾ വന്നു, ഷീ കെയിം. അവൾ വന്നില്ല, ഷീ ഡിഡ് നോട്ട് കം, അല്ലെങ്കിൽ ഷീ ഡിഡിന്റ് കം. ഈ ഡിഡ് നോട്ടും ഡിഡിന്റ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഫോർമൽ ആയിട്ടുള്ള സംഭാഷണത്തിലും എഴുത്തുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് നോട്ട് ആണ്. ഔപചാരികമായിട്ട് പറയുമ്പോൾ ഡിഡ് നോട്ട് ആണ്. അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഡിഡിന്റ് ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾ ഇതിന്റെ എക്സസൈസ് അയച്ചു തരുന്നുണ്ട്, അതും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇനി പുതിയതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിന് അവസാനം ഒരു നമ്പർ പറയുന്നുണ്ട്. ആ നമ്പറിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു 15 ദിവസം കൂടി കഴിയുമ്പോൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ പുതിയതായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫോംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു അവൻ വന്നു, അവൻ വന്നില്ല, ഞാൻ പോയി, ഞാൻ പോയില്ല, ഇങ്ങനെ പറയാൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നീ പോയോ, അവൻ വന്നോ. അടുത്ത നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അവൻ വന്നില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ആ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് പോസിറ്റീവ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിലുള്ളത്. 2 ദിവസത്തിനകത്ത് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ക്ലാസ് അപ്പോൾ ഈ മറ്റന്നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.